എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കതവിന് സ്പ്രേ പെയിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഏഷ്യൻ പെയിന്റ് അക്വലൈറ്റ് ഇനാമൽ പെയിന്റ് ആണ്. ഇത് 1 ലിറ്ററിന്റെ ടിന്നാണ്. 1 ലിറ്റർ കളറ് നമ്മൾ മിക്സ് ചെയ്ത് മേടിച്ചിരിക്കുന്നതാണ്. ഇത് സ്പ്രേ പെയിന്റിൽ ഉപയോഗിക്കുന്ന ടിന്നറാണ്. SP58 എന്ന് പറയുന്ന ടിന്നർ. ഇത് 1 ലിറ്റർ ആണ്. 1 ലിറ്ററിന് ഏകദേശം 200 രൂപ വില വരുന്നതാണ്. നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചാണ് സ്പ്രേ ചെയ്യുന്നത്. ഇത് ഓൺലൈനായിട്ട് മേടിച്ചാണ് ആമസോണിൽ നിന്ന്. ഒരു 2400 രൂപ വിലയുള്ള ഒരു സ്പ്രേയറാണ്. നമുക്ക് മെറ്റലും വുഡ് അതുപോലെ ഭിത്തിയൊക്കെ പെയിന്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. ഇതാണ് കതക്. നമ്മൾ നല്ലപോലെ പേപ്പറൊക്കെ പിടിച്ച് പ്രൈമറൊക്കെ അടിച്ച് പേപ്പറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുന്നതാണ് പെയിന്റ് അടിക്കാൻ വേണ്ടി. ഒരു സ്റ്റീൽ ഡോറായിരുന്നു. അതിൻ്റെ കുറേ വർഷമായി ഇത് വെച്ചിട്ട്. മുഴുവൻ തുരുമ്പൊക്കെ ആയി പെയിന്റൊക്കെ മങ്ങി എല്ലാം പോയായിരുന്നു. അപ്പം നമ്മൾ നല്ലപോലെ പ്രൈമറൊക്കെ അടിച്ച് വീണ്ടും ഇത് പെയിന്റ് അടിക്കുകയാണ്. നമുക്കിനി പെയിന്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഇത് 1 ലിറ്റർ പെയിന്റ് നമ്മുടെ കളറ് മിക്സ് ചെയ്ത് മേടിച്ചിരിക്കുന്നതാണ്. 1 ലിറ്റർ പെയിന്റിന് ഏകദേശം 400 രൂപ വില ഉണ്ട്. ഇതൊരു മിലിറ്ററി ഗ്രീൻ കളറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. നല്ലപോലെ നമുക്കിപ്പം തുറന്ന് കാണിക്കാം. ഇതാണ് ആ കളറ്. നമുക്കിതിനി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു മെഷീന് എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും തന്നെ വീടൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വീടിലെ പെയിന്റിങ്ങുകളൊക്കെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വാഹനമൊക്കെ പെയിന്റ് ചെയ്യാനും ഒക്കെ അത്യാവശ്യം നമുക്ക് ഇത് വെച്ച് സാധിക്കും. ഇതിപ്പോൾ ഒരു പച്ചവെള്ള രീതിയിൽ ലൂസാക്കിയാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്നാലേ ഇത് കറക്റ്റായിട്ട് സ്പ്രേ ആവുള്ളൂ. ടിന്നറൊഴിച്ച് നല്ലപോലെ ലൈറ്റാക്കി വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു 3/4 പാത്രത്തോളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സ്പ്രേയറിൻ്റെ ഈ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങളും തീർച്ചയായിട്ടും കാണണം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിത് ഈ പെയിന്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് കോട്ട് പെയിന്റ് ആണ് നമ്മളിപ്പോൾ അടിക്കുന്നത്. 2 കോട്ട് പെയിന്റ് നമ്മൾ അടിക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് നമ്മൾ അടിക്കുന്ന മേള് തൊട്ട് താഴോട്ടാണ് അടിക്കുന്നത്. സൈഡെല്ലാം നല്ലപോലെ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് സ്പ്രേ ചെയ്യുമ്പോൾ സൈഡിലോട്ടെല്ലാം തെറിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, കൂടുതലും സൈഡിലോട്ട് തെറിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് സൈഡിലെല്ലാം പേപ്പറെല്ലാം ഒട്ടിച്ച് വൃത്തിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ക്രോസ് ആയിട്ടാണ് പെയിന്റ് അടിക്കുന്നത്. എല്ലാം ക്രോസ് ആയിട്ട് അടിച്ചാണ് പെയിന്റ് അടിക്കുന്നത്. കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് പെയിന്റ് അടിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അവിടെ ഒലിച്ചു വരും. പെട്ടെന്ന് അടിച്ച് വേണം പോകാൻ. നമുക്ക് അടിക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. As the chemicals, they take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light, pull the stars from
അതുപോലെ തന്നെ നമുക്ക് ഈ മെഷീൻ്റെ സ്പ്രേ ചെയ്യുന്ന നോബ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തേരെ പെയിൻറ്റ് പുറത്തേക്ക് വരണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഏറ്റവും കുറച്ച് രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അധികം പെയിൻറ്റ് ചിലവാകാതിരിക്കാനും അതുപോലെ തന്നെ അധികം പറന്ന് പോകാതിരിക്കാനുമുള്ള രീതിയിൽ കുറച്ചായിട്ടാണ് പെയിൻറ്റ് വെച്ചിരിക്കുന്നത്. കൂടുതൽ ഏറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഒത്തിരി നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്പ്രേ ആവും. അന്നേരപ്പോൾ ഒത്തിരി പെയിൻറ്റ് പറന്ന് വെളിയിൽ പോവും. അതുകൊണ്ട് കുറച്ച് വെച്ചുകൊണ്ടാണ് ഇതിപ്പം പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം ഫസ്റ്റ് കോട്ട് അടിച്ച് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഫുള്ള് ഒരു കോട്ട് പെയിൻറ്റ് വെളിവശവും അകവശവും എല്ലാം നല്ലപോലെ അടിച്ചിട്ടുണ്ട്. ഉണങ്ങിയില്ല, അടിച്ചതേ ഉള്ളൂ. നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. പെയിൻറ്റ് എല്ലായിടത്തും പറ്റി. അകവശമാണേലും നല്ലപോലെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിപ്പം ഫസ്റ്റ് കോട്ട് അടിച്ചതേ ഉള്ളൂ. ഫസ്റ്റ് കോട്ട് അടിക്കാൻ ഏകദേശം ഒരു 1/2 ലിറ്റർ അടുത്ത് പെയിൻറ്റേ നമുക്ക് ചിലവായുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പ്രേയർ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി വെക്കണം. പിന്നെ ടിന്നർ ഉപയോഗിച്ച് തന്നെ ഫുള്ള് കഴുകി വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ നോബിൻ്റെ അകത്ത് പെയിൻറ്റ് ഇരുന്ന് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പം നമ്മൾ 2 കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡിലുള്ള പേപ്പറെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് നല്ല ഫിനിഷായിട്ടുണ്ട് സാധനം. അതുപോലെ തന്നെ ഈ ഭിത്തി നമുക്ക് പെയിന്റ് അടിക്കാനുള്ളതാണ്. അവിടെ അടിച്ചിട്ടില്ല. ഇതിൻ്റെ അകവശവും നല്ലപോലെ ഫിനിഷായിട്ടുണ്ട്. നമുക്ക് ഇതാണ് അകവശം. അകവും നല്ലപോലെ 2 കോട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡിലൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ചത് കാരണം സൈഡിലോട്ടൊന്നും കയറി ഒട്ടും പറ്റിയിട്ടില്ല. അതൊക്കെ എഡ്ജൊക്കെ ആണെങ്കിലും നല്ലപോലെ ടേപ്പ് ഒട്ടിച്ച് അടിച്ചത് കാരണം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.